ഭീകരവാദത്തെ താലോലിക്കുന്നവരും വർഗീയതയെ താലോലിക്കുന്നവരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് അറിവുള്ളവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നം വന്നപ്പോൾ 140 കോടി ജനങ്ങളും ഒറ്റക്കെട്ടായ ഒരു അപൂർവ നിമിഷങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും ഇത്രയും അധികം ഒരു പിന്തുണ ലഭിച്ച മറ്റൊരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭീകരവാദത്തെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാനെ തീർത്ത് കളയാനാണ് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇന്ത്യയിൽ ആവശ്യപ്പെട്ടതും മോദിക്ക് അതിനുള്ള ധൈര്യം നൽകിയതും. ഇവിടെ ഇന്ത്യക്കാരാണ് എല്ലാവരുമെന്ന് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒന്നിച്ചു പറഞ്ഞൊരു സമയം. എന്നാൽ അതിനിടയിൽ മുതലെടുപ്പ് നടത്താൻ നോക്കുന്ന ചില തമ്മാടികളെയാണ് മുക്കാലിയിൽ കെട്ടി അടിക്കേണ്ടത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജസ്ഥാനിലെ മുസ്ലിം പള്ളിക്ക് പുറത്ത് പ്രതിഷേധിച്ചിരിക്കുകയാണ് അവിടുത്തെ ഒരു BJP MLA ബാൽ മുകുന്ദ ആചാര്യ. രാജ്യത്തെ മുസ്ലിങ്ങൾ തന്നെ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് ഈ ഷോ കാണിക്കേണ്ടുന്ന വല്ല ആവശ്യവും ഉണ്ടായിരുന്നില്ല. അത് BJP സർക്കാരിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുന്നു. അതോടെ MLA ബാൽ മുകുന്ദ ആചാര്യക്കെതിരെ കേസെടുത്തു. BJP ഭരിക്കുന്ന രാജസ്ഥാനിലെ ജയ്പൂർ പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് ജൊഹാരി ബസാറിലെ ജുമാ മസ്ജിദിന് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ച് ഒരു ആഭാസത്തരം കാണിച്ചത്. ഇയാളുടെ ഈ നാടക പ്രതിഷേധം കണക്കിലെടുത്ത് മസ്ജിദിന് പുറത്ത് സുരക്ഷാ സന്നാഹത്തെ വരെ വിന്യസിച്ചിരുന്നതായി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരം ലഭിക്കുകയുണ്ടായി. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കാണിച്ച ഈ ഷോ BJP നേതൃത്വത്തിന് തന്നെ നാണക്കേടായി. BJP MLAയുടെ നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ട് പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂലി അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. സംഘർഷത്തിന് വഴിവെക്കാതിരിക്കാൻ BJP MLAമാരെ നിയന്ത്രിക്കണമെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതായത് കോൺഗ്രസ് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് BJP MLAയെ തൂക്കിയെടുക്കാൻ അവിടെ തീരുമാനമായത്. രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്. ഓരോ ഇന്ത്യക്കാരനും ജാതിയോ മതമോ രാഷ്ട്രീയമോ വ്യത്യാസമില്ലാതെ കടുത്ത നടപടി ആവശ്യപ്പെടുകയാണ്. നമ്മുടെ സേനയും ജനങ്ങളും ഒരു കാരണവുമില്ലാതെ കൊല്ലപ്പെടുകയാണ്. ജനങ്ങളും പ്രതിപക്ഷവും സർക്കാർ എടുക്കുന്ന ഏതു തീരുമാനത്തിനും പിന്തുണ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഭരണഘടനാപരമായ സ്ഥാനത്തുള്ള ഒരാളുടേതാണ് ഇത്തരം നീചമായ പ്രവർത്തനങ്ങളെന്നും BJP MLAയെ ശിക്ഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇത് ആവർത്തിക്കാതിരിക്കാനും സംഘർഷം രൂക്ഷമാകാതിരിക്കാനും MLAമാരെ നിയന്ത്രിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂലി വ്യക്തമാക്കിയതോടെയാണ് കേസെടുത്തത്. BJP MLA ഈ രാജ്യത്തെ BJPക്ക് തന്നെ നാണക്കേടായി മാറി. രാജ്യം ഒന്നിച്ചു നിൽക്കുമ്പോഴും ഇത്തരം കുത്തിത്തിരിപ്പുകാരാണ് പ്രശ്നം. അങ്ങനെ കുറച്ചെണ്ണമുണ്ട്. അവരെ കണ്ടെത്തി പിടിച്ചെടുത്ത് പാകിസ്ഥാനിലേക്ക് തന്നെ അയക്കുന്നതായിരിക്കും നല്ലത്.